തെരഞ്ഞെടുപ്പിനു ശേഷം കത്തോലിക്കാ സഭയും ബി.ജെ.പി. നേതാവ് പി.സി. ജോർജും തമ്മിലുള്ള വാക്പോര് നാൾക്കുനാൾ രൂക്ഷമാകുകയാണ്. സഭയ്ക്ക് തങ്ങളെ വേണ്ടെങ്കിൽ സഭയെ തങ്ങൾക്കും വേണ്ടെന്ന് പറഞ്ഞ പി.സി. ജോർജും മകൻ ഷോണും സഭയ്ക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളും നടത്തിയിരുന്നു. ഇതിനെ രൂക്ഷമായി വിമർശിച്ച് സഭയുടെ മുഖപത്രമായ ദീപിക രംഗത്തെത്തി. എഫ്.സി.ആർ.എയെക്കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടും മടക്കിക്കുത്തി വന്നാലും വഴങ്ങില്ലെന്നും ഇനിയും പറയേണ്ടിവരുമെന്നുമാണ് മുഖപ്രസംഗത്തിൽ പറഞ്ഞത്. കേരളത്തിലെ കവലച്ചട്ടമ്പിമാർ പറയുന്നു, അധികാരമുണ്ട്, കാണിച്ചു തരാമെന്ന്. അധികാരമുഷ്കിൽ മനുഷ്യത്വത്തിന്റെ കഴുത്തുഞെരിക്കാൻ ശ്രമിച്ചവർ ചരിത്രത്തിലുടനീളം ആട്ടും തുപ്പുമേക്ക് ഇപ്പോഴും കിടപ്പുണ്ടെന്നും കേരളത്തിലും ഇതിന് പ്രസക്തിയുണ്ടെന്നും പരോക്ഷ മറുപടിയിലൂടെ ദീപിക വ്യക്തമാക്കി. ദീപിക മുഖപ്രസംഗം ഫാരിസ് അബൂബക്കർ സ്വന്തം വാപ്പയെക്കുറിച്ച് എഴുതിയതാണെന്നാണ് പി.സി. ജോർജ് ഇതിനോട് പ്രതികരിച്ചത്. മാർപ്പാപ്പയ്ക്കെതിരെ വിമർശനമുന്നയിച്ച യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗത്തിലാണ് ദീപിക ഇരുവർക്കുമെതിരെ പരോക്ഷ വിമർശനമുന്നയിച്ചത്. ആഗോള തീവ്രവാദത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും ക്രൂരതകൾ യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എന്തക്രമത്തിനുമുള്ള ബ്ലാങ്ക് ചെക്കല്ല. ഭീഷണി യുദ്ധക്കൊതിയനായ ട്രംപിന്റേതായാലും വർഗീയതയുടെ ഏജന്റുമാരായ കേരളത്തിലെ പ്രാദേശിക രാഷ്ട്രീയ കവലച്ചട്ടമ്പികളായാലും മറക്കരുതെന്നാണ് മുഖപ്രസംഗത്തിലുള്ളത്. തനിക്ക് അധികാരവും സമ്പത്തും സൈന്യവുമുണ്ട്, ശബ്ദിക്കരുതെന്നാണ് ഏകാധിപതികൾ കമ്മ്യൂണിസ്റ്റായാലും ഫാസിസ്റ്റായാലും നാസിയായാലും വർഗീയവാദികളായാലും കേരളത്തിലെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായാലും ആവർത്തിക്കുന്നത്. ആൾക്കൂട്ട വിചാരണ, അടിച്ചമർത്തൽ, അതിനാവശ്യമായ നിയമങ്ങൾ തുടങ്ങിയവയൊക്കെ ആവർത്തിക്കുമ്പോൾ അത് ബാധിക്കുന്നവർ മിണ്ടാതിരുന്നോളണം. പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യില്ല. അതിനുപകരം അത് ഞങ്ങളങ്ങ് നടപ്പാക്കും. നിങ്ങളാരാ ചോദിക്കാൻ? നിങ്ങൾ എത്ര പേരുണ്ട്? ചെറിയ ശതമാനമല്ലേയുള്ളൂ. ഭരണകൂടത്തിന്റെ മര്യാദയ്ക്ക് നിന്നെയൊക്കെ ചുമക്കുന്നേയുള്ളൂ. അടങ്ങിയിരുന്നോണം, കാണിച്ചു തരാം. ഇങ്ങനെ. ഈ ഭീഷണി ചരിത്രത്തിൽ ആദ്യത്തേതോ അവസാനത്തേതോ അല്ല, മുഖപ്രസംഗത്തിൽ പറയുന്നു. താൻ സഭയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ഒരു ബിഷപ്പിനെതിരായാണ് പ്രസ്താവന നടത്തിയതെന്നുമായിരുന്നു പി.സി. ജോർജിന്റെ പ്രതികരണം. ബിഷപ്പുമാർ തെറ്റുകാണിച്ചാൽ തെറ്റാണെന്ന് പറയുന്ന പാരമ്പര്യമാണ് എനിക്കുള്ളത്. അതാണ് ഞാൻ ചെയ്തത്. ദീപിക പത്രത്തിനും സഭയ്ക്കും തമ്മിൽ എന്താണ് ബന്ധമെന്നും അദ്ദേഹം ചോദിച്ചു. ക്രിസ്ത്യാനികൾക്ക് ദീപിക പത്രവുമായി ഒരു ബന്ധവുമില്ല. അവരെന്തു പറഞ്ഞാലും ഞാൻ കാര്യമാക്കില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. മുഖപ്രസംഗം ഫാരിസ് അബൂബക്കർ അവന്റെ വാപ്പയെക്കുറിച്ച് എഴുതിയതാണെന്നും പി.സി. ജോർജ് ഇതിനോട് പ്രതികരിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എനിക്കെതിരായിട്ട് മഠത്തിലേക്ക് വിളിച്ചു പറഞ്ഞാൽ വോട്ട് കിട്ടുമോ? പിതാവ് നാണം കെടുകയാണ് ചെയ്യുക. പിതാവ് എന്തിനാണ് ഈ നാണക്കേട് കാണിക്കാൻ പോയത്? എന്നെ അനുകൂലിച്ച് മെത്രാന്മാർ സംസാരിക്കണമെന്ന് പറയുന്നില്ല. പിതാക്കന്മാർ എപ്പോഴും സഭയുമായി ബന്ധപ്പെട്ടു പോകേണ്ടവരാണ്. ആ സഭയിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടാവും. സഭ എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് എന്ന് പി.സി. ചോദിച്ചു. അതേസമയം ബി.ജെ.പി. നേതൃത്വത്തിന്റെ പിന്തുണയോടെ കത്തോലിക്കാ സഭയ്ക്കും ദീപിക ദിനപത്രത്തിനുമെതിരെയുള്ള പി.സി. ജോർജിന്റെയും ഷോണിന്റെയും നീക്കങ്ങളെ യു.ഡി.എഫ്. ശക്തമായി പ്രതിരോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വോട്ട് കിട്ടില്ലെന്ന് ബോധ്യമായപ്പോൾ ഭീഷണിയുടെ സ്വരവുമായി ബി.ജെ.പി. നേതൃത്വം ഇറങ്ങിയിരിക്കുകയാണ്. ക്രൈസ്തവ സമൂഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചാൽ മതേതര കേരളം ആ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കും. സഭയ്ക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളിൽ ബി.ജെ.പി. കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ നിലപാട് വ്യക്തമാക്കണമെന്നും സതീശൻ പറഞ്ഞു. സംഘപരിവാർ സംഘടനകൾ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ്. രാജ്യവ്യാപകമായി ക്രൈസ്തവ വേട്ട നടത്തുന്നവരാണ് വോട്ടിനുവേണ്ടി കേക്കുമായി അരമനകൾ കയറിയിറങ്ങിയത്. കേരളീയ സമൂഹത്തിന് സംഘപരിവാറിന്റെ കുടിലത തിരിച്ചറിയാനുള്ള പ്രായോഗിക ബുദ്ധിയുണ്ട്. ഭീഷണിപ്പെടുത്തിയും അധിക്ഷേപിച്ചും വരുതിയിലാക്കാമെന്ന സംഘപരിവാർ അജണ്ട കേരളത്തിൽ വിലപ്പോവില്ലെന്നും വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു. സഭയ്ക്കെതിരെ പി.സി. ജോർജിന്റെ പരാമർശം അപലപനീയമാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അഭിപ്രായം പറയുന്നവരെ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്താനാണ് ശ്രമം. അത് കേരളത്തിൽ വിലപ്പോവില്ല. അതിന് ശ്രമിച്ചാൽ ഒറ്റപ്പെടും. സഭാവിശ്വാസികളെ നേർവഴിക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വം മേലധ്യക്ഷന്മാർക്കുണ്ട്. അതവർ ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു.